ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മാസ്ക് Mallu. നിങ്ങൾ കാണുന്ന മാസ്ക് Mallu എന്ന യൂട്യൂബ് ചാനൽ. ഈ ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുകയായിരിക്കും ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ഹെഡ്ഫോൺ ഞാൻ വച്ചേക്കുന്നതിന്റെ ഉദ്ദേശം മൈക്രോഫോണിന് വേണ്ടി മാത്രമാണ്, വേറെ ഒരു ദുരുദ്ദേശമില്ല ഗൈസ്. എന്റെ വീഡിയോയിലെല്ലാം പി സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വക കാര്യങ്ങളെ പറ്റി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വിടുക. ഈ വീഡിയോയിലൂടെ ഞാൻ നമ്മുടെ ആദ്യത്തെ RTX ബിൽഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബിൽഡിന്റെ ബഡ്ജറ്റ് 80K ആണ്, അതായത് 80,000 റുപ്പീസ്, മലയാളത്തിൽ പറഞ്ഞ 80,000 രൂപ. അപ്പൊ നമുക്ക് ചെറിയൊരു ഇൻട്രോ കഴിഞ്ഞ് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഈ ബിൽഡിൽ ഞാൻ എടുത്തിരിക്കുന്ന പ്രൊസസ്സർ AMDയുടെ Ryzen 5 3500X ആണ്. ഈ പ്രൊസസ്സർ വർക്ക് ചെയ്യുന്നത് 3.6 GHz. ഈ 3.6 GHz 4.1 GHz ബൂസ്റ്റപ്പ് ആവും. ഈ പ്രൊസസ്സർ വരുന്നത് 6 കോർ 6 ത്രെഡിലാണ്, അതായത് നിങ്ങൾക്ക് ഹൈപ്പർ ത്രെഡിങ് പ്രൊവൈഡ് ചെയ്യൂല. ഹൈപ്പർ ത്രെഡിനെയും PCയിലെ മറ്റു ചില കോൺസെപ്റ്റ്സിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്, കാണുക. ഈ പ്രൊസസ്സറിൽ 35 MB ക്യാഷ് മെമ്മറിയാണ് ഉള്ളത്. ഈ പ്രൊസസ്സറിന്റെ പവർ കൺസംപ്ഷൻ 65 വാട്ട്സ് ആണ്. ഗൈസ്, ഈ പ്രൊസസ്സർ വരുന്നത് 15,000 റുപ്പീസിലാണ്. പിന്നെ ഗൈസ്, ഈ പ്രൊസസ്സറിന്റെ കൂടെ ഒരു കൂളറും കൂടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഓവർ ക്ലോക്ക് ചെയ്യുന്ന ആളല്ലെങ്കിൽ ആ കൂളർ വെച്ച് ഈ പ്രൊസസ്സർ നന്നായിട്ട് കൂളാവും. ഗൈസ്, അപ്പോൾ നമ്മുടെ PCയുടെ അടുത്ത പാർട്ട് മദർ ബോർഡാണ്. ഞാൻ ഈ ബിൽഡിൽ എടുത്തേക്കുന്ന മദർ ബോർഡ് MSIയുടെ B450 Tomahawk Max ആണ്. ഇതിൽ 4 DDR4 റാം സ്ലോട്ട്സ് ആണ് ഉള്ളത്. അതും 4100 MHz ഓവർ ക്ലോക്കിംഗ് സപ്പോർട്ട് ചെയ്യുന്ന റാം സ്ലോട്ട്സ് ആണ്. പിന്നെ ഗൈസ്, ഈ മദർ ബോർഡിൽ M.2 സ്ലോട്ട് ഉണ്ട്, PCI Express സ്ലോട്ട്സ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യമുള്ള എല്ലാ സ്ലോട്ട്സും ഈ മദർ ബോർഡിലുണ്ട്. ഗൈസ്, ഈ മദർ ബോർഡ് വരുന്നത് 12,000 റുപ്പീസിലാണ്. അടുത്ത നമ്മുടെ കോമ്പോണന്റ് റാം ആണ്. ഞാൻ ഈ ബിൽഡിൽ ഒരു റാം അല്ല 2 റാം സ്റ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് G-Skillന്റെ Trident C RGB റാംസ് ആണ്. ഈ കോംബോയിൽ ഓരോ റാമും 8GB മെമ്മറിയിലാണ് വരുന്നത്. അതും 3000 MHz ക്ലോക്ക് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ റാമിന്റെ ആമസോൺ പ്രൈസ് 8,800 റുപ്പീസിലാണ്. ലിങ്ക്സ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യണം. ഗൈസ്, നമ്മുടെ അടുത്ത കോമ്പോണന്റ് സ്റ്റോറേജ് ആണ്. ഞാൻ ഈ ബിൽഡിൽ 2 സ്റ്റോറേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റോറേജ്, അതായത് പ്രൈമറി സ്റ്റോറേജ്, ഒരു M.2 ആണ്. ഞാൻ ഈ ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്ന M.2 WDയുടെ ബ്ലൂ M.2 ആണ്. ഇത് സാധാരണ M.2 സാറ്റയാണ്, NVMe M.2 അല്ല. ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 500 GB ആണ്. ഈ M.2 ഈ ബിൽഡിൽ ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം, നിങ്ങളുടെ വിൻഡോസ്, നിങ്ങളുടെ ഗെയിംസും പിന്നെ വേറെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിൽ ഈ സ്റ്റോറേജ് ഡിവൈസിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അതും നല്ല സ്പീഡിൽ. ഈ M.2 വരുന്നത് 5,000 റുപ്പീസിലാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ്. ഞാൻ ഈ ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്ക് ഡ്രൈവ് Seagateന്റെ Barracuda 1TB ആണ്. ഈ ഹാർഡ് ഡിസ്ക് SATA 3 സപ്പോർട്ടഡ് ആണ്. ഈ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നത് 7200 RPM-ലാണ്. ഈ ഹാർഡ് ഡിസ്ക് ഞാൻ മാസ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഈ ബിൽഡിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഈ ഹാർഡ് ഡിസ്ക് വരുന്നത് 3,500 റുപ്പീസിലാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഹാർഡ് ഡിസ്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 3,200-ൽ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ കിട്ടുന്നതാണ്. ഗൈസ്, നിങ്ങൾ ആകാംക്ഷയെ കാത്തിരുന്ന ഐറ്റം എത്തിപ്പോയി. അതായത് നമ്മുടെ PCയുടെ അടുത്ത കോമ്പോണന്റ് ഗ്രാഫിക്സ് കാർഡാണ്. ഞാൻ ഈ ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് ഗാലക്സിന്റെ GeForce RTX 2060 ആണ്. ഇതൊരു 6GB ഗ്രാഫിക്സ് കാർഡാണ്. ഈ ഗ്രാഫിക്സ് കാർഡ് വർക്ക് ചെയ്യുന്നത് GDDR6 മെമ്മറിയിലാണ്. ഗൈസ്, ഇതൊരു 192-ബിറ്റ് ഗ്രാഫിക്സ് കാർഡാണ്. ഈ ഗ്രാഫിക്സ് കാർഡ് വെച്ച് NVIDIAയുടെ ബ്രോഡ്കാസ്റ്റ് ആപ്പ് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഗ്രാഫിക്സ് കാർഡിന്റെ ബേസ് ക്ലോക്ക് 1695 MHz ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രാഫിക്സ് കാർഡ് ഓവർ ക്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഗ്രാഫിക്സ് കാർഡിൽ ഡിസ്പ്ലേ ഔട്ട്പുട്ടായിട്ട് ഒരു HDMI സ്ലോട്ടും ഒരു ഡിസ്പ്ലേ പോർട്ടും പിന്നെ ഒരു DVI-D പോർട്ടും ഉണ്ട്. ഈ ഗ്രാഫിക്സ് കാർഡ് മാക്സിമം ട്രിപ്പിൾ മോണിറ്റർ സെറ്റപ്പ് വരെ സപ്പോർട്ട് ചെയ്യും. ഈ ഗ്രാഫിക്സ് കാർഡ് വെച്ച് സ്ട്രീമിംഗ്, എഡിറ്റിംഗ്, ഗെയിമിംഗ് എല്ലാം സുഖമായിട്ട് ചെയ്യാം. ഗൈസ്, ഞാൻ അടുത്തതായി എടുത്തേക്കുന്ന കോമ്പോണന്റ് ഒരു കോംബോയാണ്. CPU ക്യാബിനറ്റും പവർ സപ്ലൈ ആയിട്ടുള്ള ഒരു കോംബോയാണ്. ഞാൻ ഈ കോംബോ എടുക്കാനുള്ള കാരണം, ഈ ക്യാബിനറ്റും പവർ സപ്ലൈയും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണമെങ്കിൽ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോംബോ എടുത്തത്. ഈ കോംബോയിൽ വരുന്ന PC ക്യാബിനറ്റ് ആൻറ്റി സ്പോർട്സിന്റെ ICE 511MT ആണ്. ഈ കേസിനോട് നിങ്ങൾക്ക് 4 ARGB ഫാൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഗൈസ്, ഈ കേസ് ഒരു മെഷ് ഡിസൈനാണ്, അതായത് നിങ്ങൾക്ക് നല്ല എയർ ഫ്ലോ തരും. നിങ്ങളുടെ PCക്കകത്തിരിക്കുന്ന കോമ്പോണൻസ് ഒന്നും അത്ര പെട്ടെന്ന് ഹീറ്റപ്പ് ആവൂല. ഈ കോംബോയുടെ കൂടെ കിട്ടുന്ന പവർ സപ്ലൈ ആൻറ്റെക്കിൻ്റെ Neo Echo 650M ആണ്. ഇതൊരു 650 വാട്ട്സ് പവർ സപ്ലൈ ആണ്. ഈ പവർ സപ്ലൈ വരുന്നത് 80+ ബ്രോൺസ് സർട്ടിഫിക്കേഷനോട് കൂടിയാണ്. പിന്നെ ഗൈസ്, ഈ പവർ സപ്ലൈ ഒരു സെമി മോഡുലർ പവർ സപ്ലൈ ആണ്. അതായത് നിങ്ങൾക്ക് ചില കേബിൾസ് ഊരി മാറ്റാൻ പറ്റുന്നതാണ് കണക്ഷനിൽ നിന്ന്.
ഗൈസ്, അപ്പോൾ നമ്മുടെ 80,000 PC ബിൽഡ് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാൻ മറക്കല്ല്, കാരണം എന്നാലല്ലേ നിങ്ങൾക്ക് എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടൂ. സ്റ്റേ ട്യൂൺഡ്.